ഫാഷിസവും തമ്മിൽ വലിയ അന്തരമുണ്ട്. 1980-കളിൽ ശരീഅത്തുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ അത് പരമാവധി തങ്ങളുടെ സംഘടനാ ശാക്തീകരണത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യാൻ ഇവിടുത്തെ സംഘപരിവാർ ശക്തികൾ ശ്രമം നടത്തിയിട്ടുണ്ട്. അന്നും ഇന്നും എല്ലാ ഘട്ടങ്ങളിലും ഹിന്ദുത്വ ശക്തികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കപ്പെടുന്ന ഈ വിഭാഗം ഇന്ത്യയുടെ ജനാധിപത്യ മതേതര സങ്കല്പങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു ഹിന്ദു രാഷ്ട്രമാക്കണം എന്ന് അവകാശം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്ന കക്ഷികളെല്ലാം വളരെ സുപ്രധാനമായ 3 മുദ്രാവാക്യങ്ങളാണ് അവർ ഉയർത്തിയത്. അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അവരിവിടെ സ്ഥാപിക്കാൻ പോകുന്ന, നടപ്പിലാക്കാൻ പോകുന്ന 3 അജണ്ടകളെ കുറിച്ച് വളരെ നേരത്തെ അവർ സൂചിപ്പിച്ചിരുന്നു. അതിലൊന്ന്, കശ്മീരിന് നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ പറയുന്ന പ്രത്യേകമായ സ്വയം ഭരണാധികാരം എടുത്തുകളയും എന്നായിരുന്നു. സ്വാഭാവികമായും അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു. അത് തികച്ചും രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടിയായിരുന്നു എന്ന് ഈ ഭരണകൂടം രംഗത്ത് വന്നപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞു എന്ന് മാത്രമല്ല, ആ പ്രത്യേകമായ അധികാരം എടുത്തു കളഞ്ഞിട്ടില്ല എന്നതിനേക്കാളപ്പുറം അങ്ങനെ പ്രത്യേകമായ അധികാരം എടുത്തു കളയുന്നതിനെതിരായ നിലപാട് സ്വീകരിക്കുന്ന കക്ഷികളുമായി ഇതേ കശ്മീരിൽ BJP ഇന്ന് ഭരണം പങ്കിട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും കൗതുകരമായ സംഗതി. അപ്പൊ രാഷ്ട്രീയമായ താല്പര്യങ്ങൾക്ക് വേണ്ടി പുതിയ ചില ദേശീയമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇവിടെ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയം ഉണ്ടാക്കാനാണ് BJP ശ്രമിച്ചത്. അവിടെ പ്രത്യേകമായ അധികാരം എടുത്തു കളഞ്ഞില്ലെന്ന് മാത്രമല്ല, എടുത്തു കളയുന്നതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുമായി ഇന്നും BJP കാശ്മീരിൽ ഭരണം പങ്കിട്ടുകൊണ്ടിരിക്കുന്നു. രണ്ടാമതായി ഇവർ ഉന്നയിച്ചിരുന്ന വിഷയം, ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട സ്ഥലത്ത് രാമക്ഷേത്രം പണിയുമെന്നായിരുന്നു. ആ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട മൂവ്മെന്റുകളെല്ലാം അവസാനിച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് രാമനോടുള്ള താല്പര്യമല്ല, രാമജന്മഭൂമിയോടുള്ള താല്പര്യമല്ല, ഈ രാജ്യത്തെ രാമഭക്തരോടുള്ള താല്പര്യമല്ല, അതിനേക്കാളപ്പുറം ഈ രാമനെയും രാമഭക്തിയെയും ഒക്കെ രാഷ്ട്രീയമായി തങ്ങൾക്ക് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്ന രാഷ്ട്രീയമായ നീക്കങ്ങളാണ് BJP നിർവഹിച്ചിട്ടുള്ളത്. ഈ 2 അജണ്ടകളും കഴിഞ്ഞാൽ മൂന്നാമതായി ഇവർ ഉയർത്തിപ്പിടിച്ചിരുന്നത്, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നായിരുന്നു. ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ UPA ഗവൺമെന്റിന്റെ കാലത്ത് തന്നെ സുപ്രീം കോടതിയിൽ നിന്ന് ചില നിരീക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ NDA സർക്കാർ വന്നതിന് ശേഷവും സുപ്രീം കോടതിയുടെ ഇന്നത്തെ ചീഫ് ജസ്റ്റിസും നേരത്തെ ഉണ്ടായിരുന്ന ചീഫ് ജസ്റ്റിസും ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിരുന്നു. സർക്കാരിനോട് ഇത് സംബന്ധമായ അഭിപ്രായങ്ങൾ ആരായുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. സത്യത്തിൽ കോടതിക്ക് ഇടപെടേണ്ട യാതൊരു ആവശ്യവുമില്ലാത്തൊരു വിഷയമാണിത് എന്നത് ശ്രദ്ധേയമാണ്. നമുക്കറിയാം, ഏക സിവിൽ കോഡ് നടപ്പാക്കേണ്ടതോ ഏക സിവിൽ കോഡിനെ കുറിച്ച് ആലോചനകൾ നടത്തേണ്ടതോ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട സർക്കാരിന് ഉപദേശിക്കേണ്ടതോ അതുമായി ബന്ധപ്പെട്ട യാതൊരു ബാധ്യതയും നമ്മുടെ ജുഡീഷ്യറിക്കില്ല. കാരണം അത് നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട സംഗതിയാണ്. ഈ നിയമനിർമ്മാണം നടത്തേണ്ടത് പാർലമെന്റാണ്. സ്വാഭാവികമായും ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് അത് ഇങ്ങനൊരു പൊതുവേദിയിൽ പറഞ്ഞാൽ എത്രത്തോളം ശരിയാകുമെന്നറിയില്ല. പക്ഷേ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില നിലപാടുകളും നീക്കങ്ങളുമാണ് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തുണ്ടായത്. അതിനെ വളരെ തന്ത്രപരമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് ഒരു ലോ കമ്മീഷനെ നിയോഗിച്ച് ഇന്ന് ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ പൊതുജനങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനു വേണ്ടി ഒരു ചോദ്യാവലി പരസ്യപ്പെടുത്തി 45 ദിവസത്തിനകം ഈ രാജ്യത്തെ ഏത് പൗരനും അഭിപ്രായങ്ങൾ സമർപ്പിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ചോദ്യാവലി വിതരണം ചെയ്തുകൊണ്ടുള്ള അഭിപ്രായ സ്വീകരണം, അഭിപ്രായങ്ങൾ ശേഖരിക്കുന്ന ഒരു നീക്കങ്ങളിലേക്ക്, നടപടിയിലേക്ക് നമ്മുടെ രാജ്യത്തെ സർക്കാരും സംവിധാനങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നാം മനസ്സിലാക്കേണ്ടത്, ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരേ ക്രിമിനൽ നിയമമാണ് രാജ്യത്തുള്ളത്. എല്ലാ ജനങ്ങൾക്കും
രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ക്രിമിനൽ നിയമം രാജ്യത്ത് ഒന്നാണ്. ഹിന്ദു ഒരു മനുഷ്യനെ കൊന്നാലും, മുസ്ലിം ഒരു മനുഷ്യനെ കൊന്നാലും, മതമില്ലാത്തവൻ ഒരു മനുഷ്യനെ കൊന്നാലും ഇന്ത്യ രാജ്യത്തെ ജുഡീഷ്യറി അവന് തെളിവുകൾക്കനുസരിച്ചുകൊണ്ട് ഒരേ ശിക്ഷയാണ് വിധിക്കാൻ പോകുന്നത്. രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും ഒരേ ക്രിമിനൽ നിയമമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ സിവിൽ നിയമങ്ങളുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും പാർസികൾക്കും ഉൾപ്പെടെ 7ഓളം വിഭാഗങ്ങൾക്ക് ചില പ്രത്യേക വിഷയങ്ങളിൽ അവർക്ക് പ്രത്യേകമായ വ്യക്തി നിയമങ്ങൾ മാറ്റിവെച്ചാൽ ബാക്കി മുഴുവൻ സിവിൽ നിയമങ്ങളും ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒന്നാണ്. ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും ഒന്നാണ്. അതിനേക്കാളപ്പുറം നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏത് പൗരനും, ഏത് മുസ്ലിമിനുമെന്നല്ല, ഏത് ക്രിസ്ത്യാനിക്കുമെന്നല്ല, ഈ രാജ്യത്തെ ഏത് പൗരനും അവനിഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാം, അത് പ്രചരിപ്പിക്കാം, പ്രബോധനം ചെയ്യാം. അതിന്റെ ആചാരാനുഷ്ഠാന ക്രമങ്ങളനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ രാജ്യത്ത് ഭരണഘടനാ അനുസൃതമായി മുഴുവൻ പൗരന്മാർക്കുമുള്ള മൗലികമായ സ്വാതന്ത്ര്യമുണ്ട്. ഈ മൗലികമായ സ്വാതന്ത്ര്യത്തെ കോടതിയിൽ പോലും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. ഭരണഘടനാ നിർദ്ദേശക തത്വം മാത്രമാണ് ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങൾ പറയുന്നത്. ആ ഏക സിവിൽ കോഡ് ഉൾപ്പെടെയുള്ള മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്, ആ മാർഗനിർദ്ദേശക തത്വങ്ങളൊക്കെ പ്രാബല്യത്തിൽ വരാനാവശ്യമായ ഒരു തയ്യാറെടുപ്പിലേക്ക്, ഒരു സന്നദ്ധതയിലേക്ക് രാജ്യത്തെ മുഴുവൻ ജനങ്ങളും എത്തിപ്പെടുമ്പോൾ മാത്രം ആവശ്യമെങ്കിൽ നടപ്പിലാക്കാനുള്ള ഒരു മാർഗനിർദ്ദേശക തത്വം മാത്രമാണ് ഈ രാജ്യത്തെ ഏക സിവിൽ കോഡെങ്കിൽ അതിനേക്കാളപ്പുറം ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും വകവെച്ച് നൽകുന്ന, ഒരു മനുഷ്യനാണെങ്കിൽ പോലും ആ മനുഷ്യന് പോലും വകവെച്ച് കൊടുക്കേണ്ട മൗലികമായ മതസ്വാതന്ത്ര്യമാണ് മൗലികാവകാശം എന്ന് പറയുന്നത്. ഇന്ന് ഈ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിലൂടെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് മൗലികമായ അവകാശത്തിന്റെ നിഷേധമാണ്. വിവാഹം ഒരു വിശ്വാസിയുടെ മൗലികമായ അവകാശമാണ്. വിവാഹമോചനം ഒരു വിശ്വാസിയുടെ മൗലികമായ അവകാശം അനുസരിച്ച് നിർവഹിക്കാവുന്നതാണ്. അവന്റെ അനന്തരാവകാശ സ്വത്തുകൾ വീതം വെക്കുന്നത് അവന്റെ മതപരമായ മൗലികാവകാശം അനുസരിച്ച് നിർവഹിക്കാവുന്നതാണ്. ഇങ്ങനെ ഹിന്ദുവിന് ഇവിടെ സിവിൽ കോഡുണ്ട്, മുസ്ലിമിന് സിവിൽ കോഡുണ്ട്, ക്രിസ്ത്യാനിക്ക് സിവിൽ കോഡുണ്ട്, പാർസിക്ക് സിവിൽ കോഡുണ്ട്. ആവശ്യമുള്ളവർക്ക് ആ സിവിൽ കോഡ് ഉപയോഗപ്പെടുത്താവുന്നതും ഉപയോഗപ്പെടുത്താതിരിക്കാവുന്നതുമാണ്. ഇങ്ങനെ ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടാകുമ്പോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തിന്റെ, മതവിഭാഗത്തിന്റെ അവരുടെ വിശ്വാസം അനുസരിച്ചുകൊണ്ട് അവന് നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നിയമത്തിന് അത് നടപ്പിലാക്കാൻ രാജ്യത്തിന്റെ ഭരണഘടന പരിരക്ഷ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ അതിനെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഇവിടെ മുസ്ലിം സമുദായത്തെ ഉന്നം വെച്ചുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കി ഈ രാജ്യത്ത് ആ സമുദായം അവരുടെ ഭരണഘടന അനുസൃതമായി നിർവഹിക്കപ്പെടുന്ന മൗലികമായ മതസ്വാതന്ത്ര്യത്തെ നിഷേധിക്കുക എന്ന വളരെ അപകടകരമായ, ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയ്ക്കെതിരായ, ഈ രാജ്യത്തിന്റെ മതേതര പാരമ്പര്യത്തിനെതിരായ, ഈ രാജ്യത്തെ വിശ്വാസ സ്വാതന്ത്ര്യത്തിനെതിരായ ഒരു നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായ ശക്തമായ സമരങ്ങളോടുകൂടി വിട്ടുവീഴ്ചയില്ലാത്ത സമരസജ്ജരായ ഒരു നേതൃത്വവും ഒരു മുസ്ലിം ബഹുജനങ്ങളുമാണ് ഇന്ത്യ രാജ്യത്ത് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം ഈ രാജ്യത്തെ ഒരു മനുഷ്യനാണെങ്കിൽ പോലും ഒരു മതവിഭാഗം നമുക്ക് നോക്കേണ്ടതില്ല, ഒരു പ്രദേശത്തെ ജനങ്ങളെ കാര്യം നോക്കേണ്ടതില്ല, ഒരു വില്ലേജിലെ ജനങ്ങളെ കാര്യം നോക്കേണ്ടതില്ല. ഒരു പൗരനാണെങ്കിൽ ആ പൗരന് അവൻ ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കാനുള്ള മൗലികമായ സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അത് വകവെച്ചു കൊടുക്കാൻ ഈ രാജ്യത്തെ ജുഡീഷ്യറിയും ഭരണകൂടവും ബാധ്യസ്ഥരാണ്. ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. സിഖ് സമുദായത്തിൽപ്പെട്ട ഒരു സഹോദരൻ കോടതിയിൽ ഹർജി കൊടുത്തു. ആ സഹോദരന്റെ ആവശ്യം, ഞാൻ എന്റെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട്, എന്റെ ആചാരം അനുസരിച്ചുകൊണ്ട്, സിഖ് മത ആചാരം അനുസരിച്ചുകൊണ്ട് തലപ്പാവ് ധരിക്കുന്നയാളാണ്. ഈ തലപ്പാവ് ധരിക്കുന്ന എനിക്ക് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അതിന് മുകളിൽ ഒരു ഹെൽമറ്റ് ധരിക്കുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് പ്രയാസം സൃഷ്ടിക്കുന്നു. എന്റെ മതവിശ്വാസം അനുസരിച്ചുള്ള, ആചാരമനുസരിച്ചുള്ള ആ തലപ്പാവ് അഴിച്ചു മാറ്റിയിട്ട് അതിനു മുമ്പിൽ ഹെൽമറ്റ് ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്റെ ആചാരം, എന്റെ വിശ്വാസം മാറ്റിവെക്കുന്നതിന് സമാനമാണ്. അതുകൊണ്ട് ഈ ഹെൽമറ്റ് വെക്കുന്നത് എന്തിനാണ്? ഒരു മനുഷ്യൻ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ അവന്റെ തലയിൽ ഹെൽമറ്റ് ധരിക്കുന്നത് എന്തിനാണ്? അവന്റെ തല അവിടെ അപകടത്തിൽപ്പെട്ടാലും അവന്റെ തലയെങ്കിലും ബാക്കിയാവാൻ വേണ്ടിയിട്ടാണ്. ആ തല ബാക്കിയായാലേ അവന് വിശ്വാസം ഉണ്ടാവുള്ളൂ.
ആ തലബാക്കിയാലേ ആ തലക്ക് മുകളിൽ തലപ്പാവ് ധരിക്കാൻ പറ്റുള്ളൂ. അവന്റെ ജീവൻ രക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. ഒരു മനുഷ്യന്റെ ജീവൻ രക്ഷയുമായി ബന്ധപ്പെട്ട ഒരു നിയമമാണ്. പക്ഷേ കോടതി ഈ പൗരനോട് പറഞ്ഞു, രാജ്യത്തെ ഒരു സിഖ് സമുദായത്തിൽപ്പെട്ട പൗരൻ ആ കോടതിക്ക് നൽകിയ ഹർജിയിൽ ആവശ്യപ്പെട്ടത്, എനിക്കെന്റെ വിശ്വാസം അനുസരിച്ചുകൊണ്ടുള്ള തലപ്പാവാണ് ധരിക്കേണ്ടത്, എന്റെ ജീവൻ രക്ഷയുമായി ബന്ധപ്പെട്ട ഹെൽമറ്റ് അല്ല. അതുകൊണ്ട് ഈ ഹെൽമറ്റ് ഒഴിവാക്കി എന്റെ ആചാരമനുസരിച്ചുള്ള തലപ്പാവ് ധരിച്ചുകൊണ്ട് ബൈക്കിൽ യാത്ര ചെയ്യാൻ ബഹുമാനപ്പെട്ട കോടതി എനിക്ക് അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടപ്പോ ഇന്ത്യ രാജ്യത്തിന്റെ കോടതി അവനോട് ബൈക്കിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് ഹെൽമറ്റ് ഒഴിവാക്കി ഈ തലപ്പാവ് എന്റെ ആചാരമനുസരിച്ചുള്ള ഈ തലപ്പാവ് ധരിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ അനുമതി കൊടുത്ത രാജ്യമാണ് ഇന്ത്യ രാജ്യം. നമ്മൾ അതിനെ ചെറുതാക്കി കാണുന്നില്ല. ഈ രാജ്യത്തെ ഒരു പൗരന് ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഈ രാജ്യത്തെ ഭരണഘടന നൽകുന്ന അവകാശമാണ്. ഇവിടെ വിവാഹവുമായി ബന്ധപ്പെട്ട്, ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട്, തൊലാഖുമായി ബന്ധപ്പെട്ട്, അതിനെ ഒന്നുകൂടി കടത്തിപ്പറഞ്ഞ് മുത്തലാഖുമായി ബന്ധപ്പെട്ട്, അനന്തരാവകാശ വീതം വെക്കലുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ പ്രചാരണങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ നടക്കുന്നു. സത്യത്തിൽ വളരെ നിഷ്പക്ഷമായി ആർക്കും അന്വേഷിക്കാം. ഞാനൊരു മതവിഭാഗത്തെയും വിമർശിക്കുന്നില്ല. ഒരു മതവിഭാഗത്തെ മോശമാക്കിയിട്ട് ഇസ്ലാമിനെ നന്നാക്കി പറയുന്ന ഒരു രീതി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പക്ഷേ നിഷ്പക്ഷമായി ആർക്കും അന്വേഷിക്കാവുന്നതാണ്. സ്ത്രീയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സ്ത്രീയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സ്ത്രീയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സ്ത്രീയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, സ്ത്രീയുടെ ജീവിതത്തിന്റെ മുഴുവൻ ഭാഗവും ഇവിടെ അവളുടെ രക്ഷിതാവ്, അവളുടെ ഭർത്താവ്, ആ അർത്ഥത്തിൽ ഒരു രക്ഷാകർതൃത്വം ഒരു സ്ത്രീയുടെ ജീവിതത്തിലുടനീളം നിലനിർത്തുന്ന ഒരു പ്രത്യയ ശാസ്ത്രം ലോകത്തുണ്ടെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാമാണെന്ന് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. വളരെ അഭിമാനത്തോടു കൂടി പറയാൻ സാധിക്കും. ഇവിടെ ഇന്ന് ഇവിടെ ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാദകോലാഹലങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദു പരിഷ്കരണ നിയമങ്ങൾ ഇവിടെ ഉണ്ടായില്ലേ, ഹിന്ദു സമുദായത്തിൽപ്പെട്ട ഒരുപാട് ആചാരങ്ങളിൽ പരിഷ്കാരം ഉണ്ടായിട്ടുണ്ട്, അവരുടെ വ്യക്തി നിയമങ്ങളിൽ പരിഷ്കാരം ഉണ്ടായിട്ടുണ്ട്, ക്രിസ്തു നിയമങ്ങളിൽ പരിഷ്കാരം ഉണ്ടായിട്ടുണ്ട്. ആ പരിഷ്കരണം അനുസരിച്ചുകൊണ്ട് ക്രിസ്ത്യൻ വ്യക്തി നിയമം പരിഷ്കരിച്ചിട്ടുണ്ട്, ഹിന്ദു വ്യക്തി നിയമം പരിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെന്താണ് നിങ്ങൾക്ക് ഇത്ര പരിഷ്കരണത്തിന് തടസ്സമെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അടിസ്ഥാനപരമായി എല്ലാ ആളുകളും മനസ്സിലാക്കേണ്ടതും മുസ്ലിം സമുദായം സ്വയം വിശ്വസിക്കുന്ന ഒരു കാര്യം, ഇസ്ലാമിക സമൂഹം നിലനിർത്തുന്ന വിശ്വാസ പ്രമാണങ്ങൾ മനുഷ്യനിർമ്മിതമല്ല. അവന്റെ സൃഷ്ടാവ് അവന്റെ ജീവിതത്തിന്റെ വിധിവിലക്കുകൾ എങ്ങനെയാവണമെന്നതിനെ കുറിച്ചുള്ള ശക്തമായ നിയമനിർമ്മാണം ഇവിടെ നടത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ അവന്റെ കൈകടത്തൽ കൊണ്ടോ ഭേദഗതി ചെയ്യാനോ അതിൽ മാറ്റം വരുത്താനോ ദുർവ്യാഖ്യാനം ചെയ്യാനോ ഓരോ രാജ്യത്തിനും സമൂഹത്തിനും ചുറ്റുപാടുകൾക്കും അനുസരിച്ച് അവിടുത്തെ സിവിൽ നിയമങ്ങൾക്കനുസരിച്ചുകൊണ്ട് മാറ്റം വരുത്താൻ മുസ്ലിങ്ങൾക്ക് അധികാരമില്ല. അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നിർവഹിക്കുന്ന വലിയൊരു പാപമാണ്, പാതകമാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് മുസ്ലിങ്ങൾ. പക്ഷേ അതും വിശ്വസിക്കാൻ ഇവിടുത്തെ ഭരണഘടന മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. അത് വിശ്വസിക്കാനും ഭരണഘടന ഇവിടെ സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ഈ മുസ്ലിങ്ങൾ അവരുടെ ആചാരാനുഷ്ഠാന ക്രമങ്ങൾ, മതപരമായ അവരുടെ നിയമങ്ങൾ, അവരുടെ വിധിവിലക്കുകൾ, ആ വിധിവിലക്കുകൾ അവന്റെ സൃഷ്ടാവായ അവന്റെ ദൈവം തമ്പുരാൻ, അവന്റെ അള്ളാഹു നിർമ്മിച്ച നിയമമാണ്. ആ നിയമം എനിക്ക് ഭേദഗതി ചെയ്യാൻ അധികാരമില്ലെന്ന് ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ ഈ രാജ്യത്തെ ഭരണഘടന മൗലികമായ മതസ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. ആ മതസ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ടാണ് പറയുന്നത്, ഏക സിവിൽ കോഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് വിവാഹത്തിന്റെ നിയമത്തിൽ, ബഹുഭാര്യത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏക സിവിൽ കോഡിന്റെ വാദമുന്നയിക്കുന്ന ആളുകൾ ഏതെല്ലാം പരിഷ്കരണമാണ് മുസ്ലിംകളുടെ വ്യക്തി നിയമത്തിൽ ഉദ്ദേശിക്കുന്നത്, ആ പരിഷ്കരണങ്ങളിൽ അതിന് അനുകൂലമായ നിലപാടെടുക്കാൻ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, മുസ്ലിങ്ങൾക്ക് അതിന് അനുമതിയില്ല. അവനവന്റെ മതത്തിന്റെ വിധിവിലക്കുകൾക്കനുസരിച്ചുകൊണ്ടും ആ നിയമത്തിന് വിധേയമായി ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ഇവിടെ പല ആളുകളും പറയുന്നത് ഇവിടെ സ്ത്രീകൾക്ക് തീരെ സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്ത്, ഇവിടെ മുസ്ലിങ്ങൾക്കിടയിൽ ബഹുഭാര്യത്വം വ്യാപകമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്ന്
മുസ്ലിങ്ങളെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഈ ബഹുഭാര്യത്വം നിരോധിക്കണമെന്നാണ് ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പറയുന്നത്. ഈ ബഹുഭാര്യത്വം സ്വീകരിക്കപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ഏത് സമുദായമാണ് ഏറ്റവും കൂടുതൽ ബഹുഭാര്യത്വം സ്വീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സമുദായമാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കണക്ക് പരിശോധിച്ചാൽ അത് മുസ്ലിങ്ങളല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും. മുസ്ലിങ്ങളല്ല എന്ന് തിരിച്ചറിയാൻ സാധിക്കും. ബഹുഭാര്യത്വം വ്യക്തി നിയമം പോലും നിരോധിക്കപ്പെട്ടതിന് ശേഷം പോലും ബഹുഭാര്യത്വം സ്വീകരിക്കുന്ന മതവിഭാഗങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, കേരളത്തിലുണ്ട്, മലപ്പുറം ജില്ലയിൽ പോലുമുണ്ട്. അത് മുസ്ലിങ്ങളല്ല. ബഹുഭാര്യത്വം ഒരു സിവിൽ നിയമപ്രകാരം നിരോധിക്കപ്പെട്ടതിന് ശേഷം പോലും ആ ബഹുഭാര്യത്വം നിലനിൽക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിലുണ്ട്. ആ ബഹുഭാര്യത്വത്തെ പൂർണ്ണമായി കൈയൊഴിയാൻ ബഹുഭാര്യത്വത്തിനെതിരായ സിവിൽ നിയമം ഉണ്ടാക്കിയ മതവിഭാഗത്തിന് പോലും ഇവിടെ പ്രയോഗവൽക്കരിക്കാൻ കഴിയുന്നില്ല എന്ന സാഹചര്യവും ആ സത്യം, ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇത് വളരെ കൃത്യമായി ഇത്തരം വാദകോലാഹലങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മനസ്സിലാക്കണം. ബഹുഭാര്യത്വം ഏറ്റവും കൂടുതൽ സ്വീകരിക്കപ്പെടുന്ന മതവിഭാഗം മുസ്ലിങ്ങളല്ല എന്ന് മനസ്സിലാക്കണം. പക്ഷേ അനിവാര്യമായ ഘട്ടങ്ങളിൽ അതിന്റെ നിബന്ധനയോടുകൂടി ബഹുഭാര്യത്വം സ്വീകരിക്കാൻ മുസ്ലിങ്ങൾക്ക് അവിടെ മതം അനുമതി നൽകുന്നുണ്ട്. അതിന് ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾക്ക് വിധേയമായി ആ ബഹുഭാര്യത്വം സ്വീകരിക്കാൻ അനുമതിയുണ്ട്. പക്ഷേ ആ നിബന്ധനകൾ പോലുമില്ലാതെ അനീതിയോടുകൂടി പലപ്പോഴും തുല്യമായ നീതി വെച്ച് പുലർത്താതെ രീതിയിൽ പല രീതിയിലുള്ള ആ സ്ത്രീയുടെ സുരക്ഷിതത്വവും സംരക്ഷണവും പോലും ഏൽക്കാത്ത രീതിയിലുള്ള ബഹുഭാര്യത്വം മറ്റു മതവിഭാഗങ്ങൾക്കിടയിൽ നമ്മുടെ സമുദായത്തിലുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട് വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ നിഷ്പക്ഷമായി പരിശോധിക്കണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. പിന്നെ സ്ത്രീയുടെ സുരക്ഷിതത്വം, ഒരു ഭാര്യയുടെ സുരക്ഷിതത്വം എന്നൊക്കെ പറയുമ്പോ ആദ്യമായി അങ്ങനെ സ്ത്രീയുടെ സുരക്ഷിതത്വത്തെ കുറിച്ചൊക്കെ പറയണമെങ്കിൽ ആദ്യമായി അതിൽ മാതൃക കാണിക്കേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി സാക്ഷാൽ നരേന്ദ്രമോദി ആയിരുന്നു. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായി വിമർശിക്കുകയല്ല. പക്ഷേ നരേന്ദ്രമോദി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ സംഘപരിവാർ ഉണ്ടാക്കാൻ വേണ്ടി RSSന്റെ വളണ്ടിയറായിട്ട് ഗുജറാത്തിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ RSSന്റെ പ്രചാരണത്തിന് വേണ്ടി പുറപ്പെടുമ്പോ അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് അദ്ദേഹത്തെ പിടിച്ച് കല്യാണം കഴിപ്പിച്ചു. നരേന്ദ്രമോദി വിവാഹം കഴിപ്പിച്ചു. പക്ഷേ ആ സ്വന്തം ഭാര്യയെ വേണ്ടത്ര പരിഗണിക്കുകയോ സംരക്ഷിക്കുകയോ ചെയ്യാതെ നരേന്ദ്രമോദി നാട് മുഴുവൻ RSSും സംഘപരിവാർ ഉണ്ടാക്കാൻ പോയി. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ നരേന്ദ്രമോദിയുടെ ഭാര്യ എവിടെയെന്ന് കണ്ടെത്തിയത് ഈ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ സമയത്ത് ഇന്ത്യയിലെ പ്രഗത്ഭരായ ചില മാധ്യമ പ്രവർത്തകരാണ്. നമ്മൾ ആലോചിക്കണം, ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി ചുമതലയേറ്റപ്പോഴാണ് ഇദ്ദേഹം പണ്ട് കല്യാണം കഴിച്ചിരുന്നല്ലോ, ഇദ്ദേഹത്തിനൊരു ഭാര്യയുണ്ടല്ലോ, ഈ ഭാര്യ എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ട് മാധ്യമ പ്രവർത്തകരാണ് കണ്ടെത്തിയത് പതിറ്റാണ്ടുകളോളം സ്വന്തം ഭാര്യയെ പോലും ആവശ്യമായ സംരക്ഷണ ഉത്തരവാദിത്വം ഏൽക്കാൻ കഴിയാത്ത ഒരു മനുഷ്യൻ പ്രധാനമന്ത്രിയായപ്പോഴാണ് ഇവിടുത്തെ മുസ്ലിം സഹോദരിമാരെ കുറിച്ച്, മുസ്ലിം പെൺകുട്ടികളുടെ ഈ സംരക്ഷണവും പറഞ്ഞുകൊണ്ട് അവർക്കിടയിൽ ആ സംരക്ഷണത്തിന്റെ ഉത്തരവാദിത്വം പറഞ്ഞുകൊണ്ട് ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ വരുന്നത് എന്ന ആ വൈരുദ്ധ്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്ന് സാന്ദർഭികമായി സൂചിപ്പിച്ചു പോയതാണ്. മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ സ്ത്രീയുടെ സംരക്ഷണം, ഒരു പെൺകുഞ്ഞായി ജനിക്കുമ്പോ പിതാവിന്റെ ഭാഗത്ത് ആ സ്ത്രീയുടെ സംരക്ഷണം മതപരമായ ഉത്തരവാദിത്വമാണ്. ആ സ്ത്രീ കല്യാണം കഴിക്കപ്പെട്ടാൽ ഭർത്താവിന്റെ ഉത്തരവാദിത്വമാണ്. ആ സ്ത്രീക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും എത്ര വരുമാനമുണ്ടെങ്കിലും അത് സ്വന്തം പിതാവിന്, സ്വന്തം ഭർത്താവിന് ആവശ്യമായ വരുമാനങ്ങളില്ലെങ്കിൽ പോലും ഈ സ്ത്രീയുടെ അനുമതിയില്ലാതെ സ്വന്തം ഭർത്താവിന് പോലും ആ സമ്പത്ത് ഉപയോഗപ്പെടുത്താൻ സാധിക്കില്ലെന്ന സ്ത്രീക്ക് നൽകുന്ന ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിന്റെ മാതൃകായോഗ്യമായ ഒരു നിയമ സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് സ്വന്തം മുസ്ലിം സ്ത്രീകൾക്ക് മാത്രമാണ് എന്ന് ഈ പ്രചാരണങ്ങൾ നടത്തുന്ന ആളുകൾ ആലോചിക്കണം. നമ്മൾ ചെറിയൊരു ഉദാഹരണത്തിലൂടെ ഞാൻ സൂചിപ്പിക്കാം. ഇന്ത്യ രാജ്യത്ത് ഒരു ചെറുപ്പക്കാരൻ, അവൻ സ്കൂളിൽ പഠിച്ചു, അവൻ കോളേജിൽ പഠിച്ചു, അവൻ ഒരു IT വിദഗ്ധനായി അവൻ ജോലി ലഭ്യമായി, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉന്നതമായ കമ്പനിയിൽ ഒരു വലിയ IT വിദഗ്ധനായിട്ട് അവന് ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആ ചെറുപ്പക്കാരൻ ഇന്ന് 3-4 ലക്ഷം രൂപ ശമ്പളമാണ്. എന്താണ്? അത്രയും വലിയ തൊഴിൽ ലഭ്യമായ, അത്രയും വലിയ വിദ്യാഭ്യാസം നേടിയ ആ മിടുക്കനായ ചെറുപ്പക്കാരന് ഇന്ന് 3-4 ലക്ഷം രൂപ മാസം ശമ്പളം വാങ്ങുന്നു.
മാസം ശമ്പളം വാങ്ങുന്നു. എന്നാൽ കരസേനയുടെ, നാവികസേനയുടെ, വ്യോമസേനയുടെ, ഈ രാജ്യത്തിന്റെ മുഴുവൻ സംരക്ഷണത്തിന്റെയും സുരക്ഷിതത്വത്തിന്റെയും ഉത്തരവാദിത്വം ഏൽക്കുന്ന ഈ രാജ്യത്തിന്റെ പ്രസിഡന്റിന് ഒരുപക്ഷെ ഈ IT വിദഗ്ധന്റെ 1/5 ശമ്പളം പോലും ഉണ്ടാകില്ല. 1/5 ശമ്പളം പോലും ഉണ്ടാകില്ല. ഈ രാജ്യത്തിന്റെ മുഴുവൻ സുരക്ഷാ സേനയുടെയും അധിപൻ രാജ്യത്തിന്റെ പ്രസിഡന്റാണ്, രാജ്യത്തിന്റെ പ്രഥമ പുരുഷനാണ്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ സുഖ സൗകര്യങ്ങൾ ഉണ്ടാവേണ്ട, ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങേണ്ട, ഏറ്റവും കൂടുതൽ സൗകര്യം ഉണ്ടാവേണ്ട, ഏറ്റവും കൂടുതൽ എല്ലാവരേക്കാൾ കൂടുതൽ എല്ലാം ഉണ്ടാകേണ്ട ആളാണ് രാജ്യത്തിന്റെ പ്രഥമ പൗരനായ ഇന്ത്യൻ പ്രസിഡന്റ്. പക്ഷേ വിദഗ്ധനായ ഒരു IT വിദഗ്ധന് ലഭ്യമാകുന്ന ശമ്പളത്തിന്റെ 1/5 പോലും ഒരുപക്ഷെ ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റിന് ശമ്പളമില്ല. പക്ഷേ കാരണം എന്താണ്? ഇന്ത്യ രാജ്യത്തിന്റെ പ്രസിഡന്റിന്റെ ചികിത്സ ഗവൺമെന്റ് വഹിക്കുന്നു, അവരുടെ യാത്ര ഗവൺമെന്റ് വഹിക്കുന്നു, അവരുടെ സംരക്ഷണം ഗവൺമെന്റ് വഹിക്കുന്നു, അവരുടെ ഭക്ഷണം ഗവൺമെന്റ് വഹിക്കുന്നു, അവരുടെ താമസം ഗവൺമെന്റ് വഹിക്കുന്നു. ഇതിന് സമാനമായ ഒരു മാന്യമായ പരിഗണനയാണ് മുസ്ലിം സ്ത്രീക്ക് നൽകുന്നത്. അവൾക്ക് സമ്പാദിക്കാം, അവൾക്ക് ജോലി നേടാം, അവൾക്ക് വരുമാനമുണ്ടാക്കാം, അവൾക്ക് സമ്പത്തുണ്ടാവാം. പക്ഷെ അവരുടെ സുരക്ഷിതത്വം, അവരുടെ ജീവിതം, അവരുടെ വീട്, അവരുടെ വസ്ത്രം, അവരുടെ ഭക്ഷണം, അവരുടെ മുഴുവൻ പരിപാലനവും അവരുടെ രക്ഷിതാവ് നിർവഹിക്കണം. അത്രയും വലിയൊരു ഔന്നിത്യമാണ് മുസ്ലിം സ്ത്രീക്ക് ഇസ്ലാം നൽകുന്നതെങ്കിൽ സമാനമായ ഒരു മാതൃകായോഗ്യമായ ഒരു നീതിയുക്തമായിട്ടുള്ള ഒരു സംരക്ഷണ ദൗത്യം ഏറ്റെടുക്കുന്ന ഏത് സമുദായമാണ് ഈ ലോകത്തുള്ളത് എന്ന് വളരെ യുക്തിപരമായി ചിന്തിച്ചാൽ ആർക്കും ബോധ്യമാകുന്ന സംഗതിയാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ മുത്തലാഖുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിൽ മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഈ ഏക സിവിൽ കോഡ് വിവാദമുണ്ടായ ഘട്ടത്തിൽ മുത്തലാഖുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ചർച്ച കൊണ്ടുവരുന്നതിന്റെ ആത്യന്തിക താല്പര്യം എന്ന് പറയുന്നത് മുത്തലാഖുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായത്തിൽ ഒരു ന്യൂനപക്ഷം ആളുകൾക്ക് ചെറിയ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. മുസ്ലിം ലോകത്ത് 4 മദ്ഹബിനാൽ സ്ഥിരീകരിക്കപ്പെട്ട സംഗതിയാണ്. ആഗോളതലത്തിലുള്ള മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ചില ആളുകൾക്ക് മതത്തെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ചില ആളുകൾക്ക് അത്തരത്തിലുള്ള ചില കണ്ടുപിടുത്തങ്ങൾ എന്നതിനേക്കാളപ്പുറം, അവിവേകം എന്നതിനേക്കാളപ്പുറം അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. നമുക്കറിയാം, നമുക്ക് ഒരാൾക്കൊരു പനി ബാധിച്ചു. അദ്ദേഹം പനി ബാധിക്കുമ്പോ ഡോക്ടറെ അടുത്ത് പോകും. ഡോക്ടറെ അടുത്ത് എന്നിട്ട് പറയും, എനിക്ക് ഇന്നലെ രാത്രി മുതൽ പനി തുടങ്ങിയതാണ്. ഡോക്ടർ പരിശോധിക്കും. ഡോക്ടർ പരിശോധിച്ചതിന് ശേഷം പറയും, ഇതാ ഞാൻ 3 ഗുളിക തരാം. ഒന്ന്, ഇപ്പൊ നിങ്ങൾ വീട്ടിൽ പോയ ഉടനെ ഈ ഗുളിക കഴിച്ചോളണം. എന്നിട്ട് ഉച്ചയാകുമ്പോഴേക്കും പനി വിടുന്നില്ലെങ്കിൽ ഉച്ചക്ക് 1 ഗുളിക കൂടി കുടിച്ചോ. വൈകുന്നേരം ആയതിനു ശേഷവും വീണ്ടും പനി വിടുന്നില്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോഴേക്ക് ഗുളിക കുടിച്ചോ. ഇവനെ സംബന്ധിച്ചിടത്തോളം ഈ ഗുളിക കുടിക്കൽ ഇവൻ നിർബന്ധമുള്ള കാര്യമല്ല. ഇവന് പനി വിടലാണ് ആവശ്യം, ഇവന് പനി മാറലാണ് ആവശ്യം. പക്ഷേ ഒരു മൗലവി എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ആ പനി പൂർണ്ണമായിട്ടും വിടാൻ നല്ലത് ഈ 3 ഗുളികയും രാവിലെ ഒന്നിച്ചാണ് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള അവിവേകങ്ങൾ ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിലെ ഏതെങ്കിലും അല്പന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനേക്കാൾ അപ്പുറം അതൊന്നും ഒരു മുസ്ലിം സമുദായത്തിന്റെ കാഴ്ചപ്പാടായി ആരും കാണേണ്ടതില്ല. അതിനേക്കാൾ അപ്പുറം അത്തരത്തിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ എവിടെയെങ്കിലുമുള്ള ഇത്തരത്തിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ ഊതിവീർപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമൂഹം, മുസ്ലിം സ്ത്രീകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഭീഷണി ഇവിടെ ത്വലാഖും മുത്തലാഖും ഒക്കെയാണ് എന്ന് വാദിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മുസ്ലിം സമുദായം അത്തരം വിവാദങ്ങളിൽ ഇടപെടാതെ മുത്തലാഖോ ത്വലാഖോ ബഹുഭാര്യത്തോ എന്നതിനേക്കാൾ അപ്പുറം ഇവിടെ ഏക സിവിൽ കോഡ് നടപ്പാക്കണമോ വേണ്ടയോ എന്നതാണ് പ്രധാനം. ആ ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരായിട്ടുള്ള മുന്നേറ്റങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങളിലേക്കാണ് മുസ്ലിം സമുദായം മുന്നോട്ട് പോകേണ്ടത് എന്ന വളരെ ഗൗരവതരമായ തിരിച്ചറിവാണ് ഈ ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകേണ്ടത്. ഈ രീതിയിലുള്ള വളരെ അപകടകരമായിട്ടുള്ള ചില സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ അപകടകരമായ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള നിലപാടാണ് മുസ്ലിം സമുദായം സ്വീകരിക്കേണ്ടത്. ഇങ്ങനെ ഫാഷിസം ഒരു ഭാഗത്ത് കടന്നു വരുന്നു, അവർ ഏക സിവിൽ കോഡിന്റെ ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് വരുന്നു. ഇങ്ങനെ മുസ്ലിം സമുദായത്തിനിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനും ഛിദ്രതയുണ്ടാക്കാനും മുസ്ലിം സ്ത്രീകൾ അരക്ഷിതരാണ് എന്ന ബോധമുണ്ടാക്കാനൊക്കെയുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ സ്വാഭാവികമായും ഇതിനെതിരായി മുസ്ലിം സമുദായം ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കേണ്ട സന്ദർഭമാണിത്. ഈ ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഇതേപോലെയുള്ള അബദ്ധ
അബദ്ധജടിലമായ വാദകോലാഹലങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇസ്ലാമിക ശരീഅത്തിൽ മാറ്റം വരുത്തണം, ഏക സിവിൽ കോഡ് നടപ്പാക്കണം, ഇവിടെ മുത്തലാഖ് നിരോധിക്കണം, ബഹുഭാര്യത്വം നിരോധിക്കണം, സ്ത്രീക്ക് സ്വാതന്ത്ര്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപകടകരമായ വാദകോലാഹലങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 1980-കളിൽ ഇവിടെ ഈ സംഘപരിവാർ ശക്തികൾ രംഗത്ത് വന്നിരുന്നു, നിരീശ്വര നിർമ്മിത പ്രസ്ഥാനക്കാർ രംഗത്ത് വന്നിരുന്നു. ആ കാലത്തെല്ലാം ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടായി നിലയുറപ്പിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധങ്ങളുമായിട്ടാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല, ഇവിടെ നരേന്ദ്രമോദി രാജ്യത്തെ ഏറ്റവും വലിയ ഭരണകക്ഷിയാണ് എന്നത് ശരിയായിരിക്കാം. പക്ഷേ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഇതേപോലെയുള്ള പ്രതിലോമകരമായ ബഹുസ്വരതയെ തകർക്കുന്ന നിലപാടുകളോട്, ആശയങ്ങളോട് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അനുകൂലമല്ല, അവരോട് യോജിപ്പുള്ളതല്ല എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. പല ആളുകളും അങ്ങനെ ഒരു ഭയത്തിന്റെ, ഒരു ഭയപ്പാടിന്റെ ഒരു നിഴലിലാണ് ഇന്ന് പല പ്രചാരണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. നാം ആലോചിക്കണം, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി BJP ഭരണത്തിൽ വന്നെങ്കിൽ പോലും ഈ രാജ്യത്തെ 32% ജനങ്ങളുടെ വോട്ട് കൊണ്ട് മാത്രമാണ് നരേന്ദ്രമോദി ഇന്ന് പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്നത്. ബാക്കി 68% ആളുകളും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവരുത് എന്ന അഭിപ്രായക്കാരായിരുന്നു. പക്ഷേ ഈ 68% വോട്ട് ഭിന്നിച്ചു. 68% വോട്ട് ഭിന്നിച്ചു. അത് പല മതേതര കക്ഷികളായിട്ട് വീതിച്ചെടുത്തു. ഇങ്ങനെ മതേതര വോട്ടുകൾ ഭിന്നിച്ചതിന്റെ ഒരു പരിണിതിയാണ് സത്യത്തിൽ കേവലം 32% വോട്ടുള്ള സാക്ഷാൽ നരേന്ദ്രമോദി 32% വോട്ട് ബാങ്കോടുകൂടി ഇവിടെ രാജ്യത്ത് ഒറ്റകക്ഷിയായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദി മുന്നോട്ട് വെക്കുന്ന ഈ അപകടകരമായ വാദങ്ങളോട്, അപകടകരമായ നീക്കങ്ങളോട് ഈ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളും ഒരിക്കലും യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് ഈ ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായ ചില പരീക്ഷണങ്ങൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നപ്പോ അതിനെതിരെ ശബ്ദമുയർത്താൻ കേവലം മുസ്ലിങ്ങൾ മാത്രമായിരുന്നില്ല അവർ രംഗത്ത് വന്നത്, കേവലം ക്രൈസ്തവ സമുദായം മാത്രമല്ല രംഗത്ത് വന്നത്, കേവലം ദലിത് സമൂഹം മാത്രമല്ല രംഗത്ത് വന്നത്. നേരെ മറിച്ച് ഈ രാജ്യത്തെ ഈ സംഘപരിവാറിന് അടിമപ്പെട്ട ഒരു ന്യൂനപക്ഷ വിഭാഗം ഒഴികെ ബാക്കി രാജ്യത്തെ മുഴുവൻ ജനങ്ങളും സാക്ഷാൽ നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റിൽ ഒരുമിച്ച് നിൽക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ രാജ്യത്തെ പ്രബല ന്യൂനപക്ഷമായ മുസ്ലിം സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന, യഥാർത്ഥ മതവിശ്വാസികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്തിന്റെ ബഹുസ്വരത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ പൗരനും ഈ സ്വാഭാവികമായും ഇങ്ങനെ ഈ മതവിശ്വാസത്തിന് കൂച്ചുവിലങ്ങിടങ്ങുന്ന ഈ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അത്തരം നടപടിക്രമങ്ങളുമായി മുന്നോട്ട് വരുന്ന ഈ ഭരണകൂടത്തിന്റെ ഈ ഭീകരമായ നീക്കത്തിനെതിരെ ഒന്നിച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കണം. 1980-കളിൽ മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ റളിയല്ലാഹു മർക്കദ ശംസുൽ ഉലമയുടെ നേതൃത്വത്തിൽ മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ അവരുടെ പരലോകത്തെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഈ രണ്ട് മഹാരഥന്മാരുടെ നേതൃത്വത്തിലാണ് കേരളത്തിൽ നിന്ന് ശക്തമായ ഒരു മൂവ്മെന്റ് ഉണ്ടായത്. ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ യോഗം ചേർന്നു ഡൽഹിയിൽ. ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിന്റെ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിച്ചത് ഇന്ത്യ രാജ്യത്തുടനീളം ശരീഅത്ത് സംരക്ഷണ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കണം. എന്താണ് ഇസ്ലാമിക ശരീഅത്ത് എന്നത് വിശദീകരിച്ചു കൊടുക്കണം. ഈ രാജ്യത്ത് ഇസ്ലാമിക ശരീഅത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിലുള്ള പൊള്ളയായ വാദങ്ങളെ തുറന്നു കാണിച്ചുകൊണ്ട് എന്താണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് വളരെ ആധികാരികമായി, ലളിതമായി രാജ്യത്തെ മുഴുവൻ ജനങ്ങൾക്കും വിശദീകരിച്ചു കൊടുക്കണമെന്ന് അന്ന് തീരുമാനിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തുടനീളം ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടന്നു. ആ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പേഴ്സണൽ ലോ ബോർഡിന്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം, രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതേപോലെ സമ്മേളനങ്ങൾ നടക്കുമ്പോഴും ഇന്ത്യ രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ പ്രതിഷേധത്തിന്റെ ഏറ്റവും വലിയ പ്രതിഷേധത്തിന്റെ തരംഗം നിലനിൽക്കുന്നത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിനിടയിലാണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്നാണ് ഈ മൂവ്മെന്റിന് ശക്തമായ തുടക്കം കുറിക്കേണ്ടത് എന്ന് തീരുമാനിച്ചുറപ്പിച്ചു. ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പേഴ്സണൽ ലോ ബോർഡ് മെമ്പറായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സെഡ് സാഹിബിനെ കേരളത്തിലെ പ്രമുഖരായ രണ്ട് നേതാക്കളെ നേരിൽ കണ്ടുകൊണ്ട് ആ കാര്യം ചർച്ച ചെയ്യാനും അവരെ കൊണ്ട് കേരളത്തിൽ നിന്ന് ഈ മൂവ്മെന്റിന് തുടക്കം കുറിക്കാനും വേണ്ടി ആവശ്യപ്പെടാൻ അന്നത്തെ പേഴ്സണൽ ലോ ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന സയ്യിദ് അബുൽ ഹസൻ അലി നദ്വിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആ യോഗം തീരുമാനിച്ചു.
ആ സെഡ് സാഹിബ് അന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ആധികാരികമായ നേതൃത്വമായി കണ്ടെത്തി രണ്ടുപേരെയാണ് ഈ വിഷയം ധരിപ്പിക്കാനും നിങ്ങളതിന് നേതൃത്വം കൊടുക്കണമെന്ന് പറയാനും വേണ്ടി രംഗത്ത് വന്നത്. അതൊന്ന് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളായിരുന്നു, രണ്ട് ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരായിരുന്നു. രണ്ടുപേരുടെയും നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ മതസംഘടനകളെയും യോഗം വിളിച്ചുകൊണ്ട് അങ്ങനെ ഒരു ശക്തമായ ശരീഅത്ത് സംരക്ഷണ സമ്മേളനം നടന്നു. ആ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് ഇസ്ലാമിക ശരീഅത്ത് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നിയമമാണ്, മുസ്ലിങ്ങൾ എഴുതിയുണ്ടാക്കിയ നിയമമല്ല, അള്ളാഹുവിന്റെ നിയമമാണ്. ആ നിയമത്തിൽ മാറ്റം വരുത്താൻ ഒരു ഭരണകൂടത്തിനും അനുമതിയില്ല. ആ നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നുവെങ്കിൽ ഇന്ത്യ രാജ്യത്തെ മുസ്ലിം പണ്ഡിതന്മാരുമായി കൂടിയാലോചിക്കാതെ ഗവൺമെന്റ് ഇസ്ലാമിക ശരീഅത്തിൽ തൊടാൻ പാടില്ലെന്ന് ആധികാരികമായി പറഞ്ഞത് മഹാനായ ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരായിരുന്നു. ശംസുൽ ഉലമയുടെ പ്രഖ്യാപനമാണ് ഇന്ത്യൻ പാർലമെന്റിന്റെ ചരിത്രത്തിൽ ആദ്യമായി അവിടുത്തെ 4 ചുമരുകൾക്കുള്ളിൽ ഏറ്റവും ചെറിയ പ്രബലമായ ഒരു ന്യൂനപക്ഷത്തിനു വേണ്ടി രാജ്യത്തെ മുഴുവൻ പാർലമെന്റ് മെമ്പർമാരും ഒരുമിച്ചുകൂടി ഇസ്ലാമിക ശരീഅത്തിന്റെ ചരിത്രത്തിൽ, ഇന്ത്യൻ പാർലമെന്റ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സമയം സമ്മേളനം ചേർന്നുകൊണ്ട് അവസാനം ഇന്നാ നഹ്നു നസ്സൽന ദിക്ർ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ഖുർആനിക സൂക്തം അന്വർത്ഥമാക്കുന്ന രീതിയിലുള്ള ഒരു നിയമനിർമ്മാണം ന്യൂനപക്ഷമായ മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളുടെ സഹായ സഹകരണത്തോടുകൂടി ഇന്ത്യൻ പാർലമെന്റിൽ സാധ്യമായി എങ്കിൽ ഇന്നും അത് ഇന്ത്യൻ പാർലമെന്റിൽ സാധ്യമാക്കാൻ സാധിക്കണം. പാർലമെന്റിൽ ഒരുപക്ഷേ ഇവിടെ ബിജെപിക്കായിരിക്കാം ഭൂരിപക്ഷം, പക്ഷേ പാർലമെന്റിന് പുറത്ത് ഈ രാജ്യത്തെ ജനകീയമായ കോടതിയിൽ ഈ രാജ്യത്തെ ബിജെപിക്കല്ല ഭൂരിപക്ഷം, ഈ രാജ്യത്തെ ജനാധിപത്യ ചേരിക്കാണ് ഭൂരിപക്ഷം, ഇവിടുത്തെ മതേതര ചേരിക്കാണ് ഭൂരിപക്ഷം, ഇവിടുത്തെ മതവിശ്വാസികളോട് താല്പര്യം പ്രകടിപ്പിക്കുന്നവർക്കാണ് ഭൂരിപക്ഷമുള്ളത്, ഇവിടുത്തെ ബഹുസ്വരത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണ് ഭൂരിപക്ഷമുള്ളത്. അതുകൊണ്ട് ശക്തമായ ജനകീയമായ സമരങ്ങളോടുകൂടി ഇസ്ലാമിക ശരീഅത്ത് സംരക്ഷിക്കപ്പെടാനും ഏക സിവിൽ കോഡ് എന്ന വാദങ്ങളെ കാലങ്ങളായി അത് കുടിച്ചു മൂടാൻ ആവശ്യമായ ശക്തമായ പ്രക്ഷോഭങ്ങൾക്കാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് നേതൃത്വത്തിൽ ഇവിടെ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കാനും വേണ്ടി പോകുന്നു. ഈ വരുന്ന നവംബർ 4-ാം തീയതി മലപ്പുറത്ത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ശരീഅത്ത് സംരക്ഷണ റാലിക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് 1,00,000 പേർ പങ്കെടുക്കുന്ന റാലി. ഇത് കേവലം സമസ്തയുടെ റാലിയല്ല, ഏതെങ്കിലും ഒരു സംഘടനയുടെ റാലിയല്ല, അതിനേക്കാൾ അപ്പുറം സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ മുഴുവൻ പങ്കാളിത്തമുള്ള ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് 1,00,000 പേർ അണിനിരക്കുന്ന ഒരു ശക്തമായ ശരീഅത്ത് സംരക്ഷണ റാലിയും ഒരു മഹാസമ്മേളനവും ഈ വരുന്ന നവംബർ 4-ാം തീയതി മലപ്പുറത്ത് നടക്കാൻ വേണ്ടി പോകുന്നു. ആ റാലിയുടെ സമ്പൂർണമായ വിജയത്തിന് വേണ്ടി ഏതെങ്കിലും സംഘടനാ താല്പര്യം സംരക്ഷിക്കാനല്ല, ഏതെങ്കിലും നമ്മുടെ ഭൗതികമായ ആവശ്യങ്ങൾ നേടിയെടുക്കാനല്ല, ഏതെങ്കിലും താൽക്കാലികമായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, അതിനേക്കാൾ അപ്പുറം എന്റെയും നിങ്ങളുടെയും ശ്വാസോച്ഛ്വാസത്തിന്റെ ഭാഗമായ നമ്മുടെ ഇസ്ലാമികമായ നമ്മുടെ വിശ്വാസത്തിന്റെ നമ്മുടെ തൗഹീദിന്റെ സംരക്ഷണത്തിനു വേണ്ടി, ഇസ്ലാമിക ശരീഅത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു പോരാട്ടമാണ് ഈ രാജ്യത്തിന്റെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങൾക്കകത്തു നിന്നുകൊണ്ട് യാതൊരു തീവ്രവാദപരമായ നിലപാടുകളും സ്വീകരിക്കാതെ ഭരണഘടന വകവെച്ച് നൽകുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായി ആ വൃത്തത്തിനകത്ത് നിന്നുകൊണ്ട്, നിയമത്തിനകത്ത് നിന്നുകൊണ്ട്, എന്നാൽ വിശ്വാസപരമായ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചക്കും ഈ സമുദായം സന്നദ്ധമല്ലെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന ഒരു റാലിയാണ് ഈ നവംബർ 4-ന് നടക്കാൻ വേണ്ടി പോകുന്നത്. ആ റാലിയുടെ സമ്പൂർണ്ണ വിജയത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും ആത്മാർത്ഥമായ പരിശ്രമവും പ്രാർത്ഥനയും സാന്നിധ്യവും കൂടി ഉണ്ടാകണമെന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. ഇവിടെ മഗ്‌രിബിന് ശേഷം വളരെ പണ്ഡിതോചിതമായി ഐഎസുമായി ബന്ധപ്പെട്ടും സലഫിസവുമായി ബന്ധപ്പെട്ട് പുതിയ ആശയപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് സംസാരിക്കുന്ന പ്രഗത്ഭരായ ഇസ്തിഖാമയുടെ എസ്കെഎസ്എഫിന്റെ ആദർശ വിഭാഗമായ അതിന്റെ പണ്ഡിതന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ദീർഘമായിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങളെല്ലാവരും എസ്കെഎസ്എഫിന്റെയും സമസ്തയുടെയും അതിന്റെ ആദർശ പ്രചാരണ പ്രവർത്തനങ്ങളുടെയും എല്ലാം എല്ലാ അർത്ഥത്തിലുള്ള വിജയത്തിനു വേണ്ടി സഹകരിക്കണം, സഹായിക്കണം എന്നുകൂടി സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ആദരണീയരായ പണ്ഡിതന്മാരുടെ സാദാത്തുക്കളുടെ നിങ്ങൾ ഓരോരുത്തരുടെയും അനുമതിയോടുകൂടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് തുടക്കം കുറിച്ചതായി അറിയിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.
സഹോദരരെ, മഗ്രിബ് നിസ്കാരത്തിന് ശേഷമാണ് അടുത്ത പ്രസംഗങ്ങൾ നടക്കുന്നത്. വുളൂ ഉള്ള ആളുകളൊക്കെ ഇവിടെ തന്നെ നിന്നാൽ മതി. ഇൻഷാ അല്ലാഹ് ഇവിടെ നിസ്കാരം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. വുളൂ ഇല്ലാത്തവർ തൽക്കാലം മറ്റ് സംവിധാനങ്ങൾ തേടേണ്ടി വരുമെന്ന് അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.